ഇനി ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ വീണ്ടും കാട്ടാന ശല്യം രൂക്ഷമാണ്. BL റാമിൽ ചക്കക്കൊമ്പനെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നു. ബിനീഷ്, ഈ ചക്കക്കൊമ്പൻ വലിയ അപകടകാരിയല്ല എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പരിക്കേറ്റ വീട്ടമ്മയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? നിബീഷ്, ഏതായാലും ഈ കേരള വിഷൻ ന്യൂസായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ചക്കക്കൊമ്പന് മുറിവാലം അടക്കമുള്ള ആനകൾ ജനവാസ മേഖലയിൽ പകൽ പോയി സ്കൂൾ പരിസരത്ത് പോയിരുന്ന വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ഇന്ന് രാവിലെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മുൻ പഞ്ചായത്ത് മെമ്പറാണ് ഈ പാൽത്തായ പഞ്ചാമൃതം. ഇത് പഞ്ചായത്ത് ഈ പാൽത്തായ പഞ്ചാമൃതം ഇതിന്റെ കൂടെ സുഹൃത്തായ സായി എന്ന മത്സ്യത്തെയും കൂടെ പ്രഭാത സഭയിൽ പോകുമ്പോഴായിരുന്നു ഈ ആനയുടെ മുമ്പിൽ അകപ്പെടുന്നത്. തലനാറയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം തന്നെ പറയാൻ. സമയത്തെ തിട്ടയുണ്ടായിരുന്നു. ഈ തിട്ടയിൽ നിന്ന് താഴത്തേക്ക് എടുത്തു ചാടിയാണ് പാൽത്തായി പഞ്ചാമൃതം രക്ഷപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു സ്ത്രീതായി സമീപത്തെ വീട്ടിൽ പുള്ളി രക്ഷപ്പെട്ടു. ഈ പാൽത്തായി പഞ്ചാമൃതം ഈ തിട്ടയിൽ നിന്ന് സ്ത്രീപ്പോൾ പരിക്കുകളേറ്റിട്ടുണ്ട്. ഇവരെ തേനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരിക്കുകയാണ്. ഏതായാലും ഈ പരിസരത്തെല്ലാം തന്നെ ഇപ്പോഴും ആനയുടെ സാന്നിധ്യം കൊണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചക്കക്കൊമ്പൻ ഏറെ അപകടകാരിയാണെന്നും മുറിവാലിനും അപകടകാരിയാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇപ്പോൾ ചക്കക്കൊമ്പൻ ഇവിടെയുള്ള ഈട്ടിപ്പടി എന്നൊരു കാട്ടിലെ ആ ഒരു സ്ഥലത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ ജനവാസ മേഖല ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വനവകുപ്പിന്റെ ഒരു ആവശ്യം തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ഈ പകൽ സമയങ്ങളിൽ പോലും ഇറങ്ങുന്ന കാട്ടാനയെ ഈ കാട്ടിലേക്ക് തീർക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുന്നില്ല. പോയ ഒരു മാസത്തിന് മുമ്പ് 2 ജീവനായിരുന്നു ഇവിടെ പൊളിഞ്ഞിട്ട് കാട്ടാന. ഈ വനംവകുപ്പിന്റെ ഒരു നിസ്സംഗത തന്നെയാണെന്നാണ് ഈ നാട്ടുകാർ ആരോപിക്കുന്നത്. അതിനെതിരെയാണ് ഈ കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ അടിയന്തര യോഗം ചേരുന്നുണ്ടായിരുന്നു. DF അടക്കമുള്ള ആളുകൾ ഇവിടെ യോഗം ചേരുകയുണ്ടായിരുന്നു. കാട്ടാന തീർക്കാനുള്ള നടപടി സ്വീകരിക്കും. അതിനാൽ പ്രത്യേക ഒരു കോഴ്സ് ഈ കാട്ടാന നാട്ടിൽ ഇറങ്ങുമ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള വിധങ്ങൾ എല്ലാ ഏർപ്പെടുത്തുമെന്നെല്ലാം തന്നെ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ കാട്ടാന ഇന്ന് രാവിലെ രക്ഷപ്പെട്ട സ്ത്രീയടക്കം ചൂണ്ടിക്കാണിക്കുകയായാലും ഇപ്പോഴും ഈ കാട്ടാന മുറിവാലനും ചക്കപ്പും അടക്കമുള്ള ഈ ആനകൾ ഇപ്പൊ ഈ ജനവാസ മേഖലയിൽ തന്നെ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്.